ഹലോ ബാഡ്മിൻ്റൺ ലവേഴ്സ്, ഇന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഹൗ ടു ഡു എ പെർഫെക്റ്റ് സ്മാഷ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സ്മാഷ് എന്ന് പറയുന്നത് ഒരു അറ്റാക്കിംഗ് സ്ട്രോക്കാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് വിന്നിംഗ് സ്ട്രോക്കാണ്. നമ്മൾ റിയർ കോർട്ടിൽ നിന്ന് ചെയ്യുന്ന ഒരു സ്ട്രോക്കാണ് സ്മാഷ്. ആദ്യം നമുക്ക് സ്മാഷിൻ്റെ സ്റ്റാൻസ് നോക്കാം, എങ്ങനെയാണ് നമ്മൾ പൊസിഷൻ ചെയ്യുന്നത് നോക്കാം. സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡേഴ്സിൻ്റെ റൈറ്റ് ലെഗ് ബാക്കിലും ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലുമായിരിക്കും. ലെഫ്റ്റ് ലെഗിൻ്റെ ടോ പോയിൻ്റ് ചെയ്യുന്നത് ഓപ്പോണൻറ്റ് കോർട്ടിലേക്കും റൈറ്റ് ലെഗിൻ്റെ ടോ പോയിൻ്റ് ചെയ്യുന്നത് സൈഡ് ലൈനിലേക്കുമായിരിക്കും. ഇതാണ് നമ്മൾ സ്റ്റാൻസ്. നമ്മൾ റിയർ കോർട്ടിലായിരിക്കും നമ്മൾ സ്മാഷ് ചെയ്യാൻ നിൽക്കുക. സ്മാഷ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രിപ്പ് എന്ന് പറയുന്നത് ഫോർ ഹാൻഡ് ഗ്രിപ്പാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ബാക്ക്വേർഡ് സ്വിങ് എന്ന് പറയുന്നത് നമ്മൾ ബോഡി വെയ്റ്റ് എല്ലാം നമ്മൾ റൈറ്റ് ലെഗിലായിരിക്കും. എന്നിട്ട് നമ്മൾ റാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഹെഡ് മുകളിലേക്ക് പോയിൻ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ എൽബോ മടക്കി താഴെ പോയിൻ്റ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് റേസ് ചെയ്ത് വയ്ക്കുക. ഈ ലെഫ്റ്റ് ഹാൻഡ് റേസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഷട്ടിൽ എയിം ചെയ്യാൻ പിന്നെ സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പൊക്കി വെക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് ഉയർത്തി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് പോയിൻ്റ് ചെയ്യുന്നത് സൈഡിലേക്കാണ്. നമ്മൾ സൈഡ് ലൈനിലേക്കാണ് ചെസ്റ്റ് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ ഫോർവേഡ് സ്വിങ് ആണ് നോക്കുന്നത്. ഫോർവേഡ് സ്വിങ് എന്ന് പറയുന്നത് നമ്മൾ ബോഡി വെയിറ്റ് ഉള്ളത് നമ്മൾ റൈറ്റ് ലെഗിലാണ്. ഇത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, ലെഫ്റ്റ് ലെഗിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ബോഡി വെയിറ്റ്. എന്നിട്ട് നമ്മൾ സൈഡിലേക്ക് പോയിൻ്റ് ചെയ്തിരുന്ന ചെസ്റ്റ് ഓപ്പോണൻറ്റ് കോർട്ടിലേക്ക് പോയിൻ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ താഴെ പോയിൻ്റ് ചെയ്തിരുന്ന എൽബോ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക. നമ്മൾ റാക്കറ്റ് ഫ്രണ്ടിലേക്ക് സ്വിങ് ചെയ്യുക. നമ്മൾ പൊക്കി വെച്ചിരുന്ന കൈ താഴേക്ക് കൊണ്ടുവരിക. കൈ ഇവിടെ വെക്കരുത്, കൈ നേരെ താഴേക്ക് കൊണ്ടുവരിക. ഇതാണ് ഫോർവേഡ് സ്വിങ്. ഇപ്പോൾ കണ്ട നമ്മൾ നേരത്തെ കാല് അങ്ങനെയായിരുന്നു, ഇപ്പം കാല് ഓൺ ടോസിലേക്കായി. കാല് ഫ്രണ്ടിലേക്ക് വെക്കണം. അത് അടുത്തതിൽ കാണിച്ചു തരാം. ഇനി അടുത്തത് പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് നമ്മൾ ഷട്ടിൽ എങ്ങനെയാണ് നമ്മൾ റാക്കറ്റ് ഹെഡിൽ എങ്ങനെയാണ് എവിടെ നിന്നാണ് കൊള്ളേണ്ടത് എന്നാണ് പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. നമ്മൾ സ്മാഷ് ചെയ്യുമ്പോൾ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് നമ്മളെ ബോഡിയുടെ ഫ്രണ്ടിൽ നിന്നായിരിക്കണം. നമ്മളെ ബോഡീൻ്റെ ഫ്രണ്ടിൽ നിന്നായിരിക്കണം കോണ്ടാക്ട് ചെയ്യേണ്ടത്. ഇവിടുന്നോ ബാക്കിൽ നിന്നും അല്ല കോണ്ടാക്ട് ചെയ്യേണ്ടത്, ബോഡിയുടെ ഫ്രണ്ടിൽ നിന്ന്. അതുപോലെ സൈഡിൽ നിന്നും അല്ല. ഇപ്പോൾ നമ്മൾ കോർട്ടിൻ്റെ ഈ ഒരു കോർണറിലേക്ക് വരുന്ന ഷട്ടിൽ നമ്മൾ നല്ലൊരു ഡൗൺ ദി ലൈൻ സ്മാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ അടിക്കുന്ന സ്മാഷിന് ഒരിക്കലും പവർ ഉണ്ടാവില്ല. നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു സ്മാഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി ഇത്രയും മൂവ് ചെയ്ത് ഇവിടുന്ന് വേണം നമ്മൾ കോണ്ടാക്ട് ചെയ്യാം ബോഡീൻ്റെ ഫ്രണ്ടിൽ നിന്ന്. അതാണ് പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് നമ്മളെ ബോഡിയുടെ ഫ്രണ്ടിൽ നിന്ന്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചില സമയത്ത് സ്മാഷ് ചെയ്യുമ്പോൾ നിങ്ങളെ ഷട്ടിൽ ഫ്ലാറ്റായിട്ട് പോകുന്നതാണ്, ഡിപ്പ് ചെയ്യില്ല ഷട്ടിൽ. ആ ഡിപ്പ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ റിസ്റ്റ് ചെറുതായിട്ടൊന്ന് താത്തി കൊടുക്കണം സ്മാഷ് ചെയ്യുമ്പോൾ. ഈ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ സമയത്ത് റിസ്റ്റ് ഒന്ന് ജസ്റ്റ് താത്തി കൊടുക്കണം. ഈ താത്തി കൊടുക്കാത്തതുകൊണ്ടാണ് ചില സമയത്ത് സ്മാഷ് ബേസ് ലൈനിൽ ഔട്ട് പോകാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് ഫോളോ ത്രൂ നമ്മൾ ലെഫ്റ്റ് ലെഗിലേക്ക് റാക്കറ്റ് ഫോളോ ത്രൂ കൊണ്ടുവരിക. അതിൻ്റെ കൂടെ നമ്മൾ ഈ ബാക്കിലുള്ള റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് വെക്കുക. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെക്കുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ സ്മാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡി ഫ്രണ്ടിലേക്ക് മൂവ് ആവും. അപ്പോൾ നമ്മൾ ബാക്ക് ടു സെൻറ്റർ ഈസി ആയിട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാല് ഫ്രണ്ടിലേക്ക് വെക്കുന്നത് ഫോളോ ത്രൂവിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ ഇത് സ്മാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫോർവേഡ് സ്വിങ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല പവറിൽ വേണം സ്വിങ് ചെയ്യാൻ. ഉണ്ടോ വെച്ചിട്ട് നമ്മൾ സ്മാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈയിൻ്റെ പവർ മാത്രമേ നമ്മൾ ഈ ടേൺ ചെയ്യുന്നില്ല. നമ്മൾ ചെസ്റ്റ് സൈഡിൽ നിന്നുള്ള ഫ്രണ്ടിലേക്ക് ടേൺ ചെയ്യുന്നത്, ഈ ബോഡി വെയ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇതെല്ലാമാണ് ബോഡി പവർ. നമ്മൾ സ്മാഷ് ചെയ്യുമ്പോൾ ഈ ഒരു ബോഡി പവറാണ് നമ്മൾ സ്മാഷിൽ വരിക. അല്ലാതെ നമ്മൾ ഈ ടേൺ ഇല്ലാതെ ഇങ്ങനെ അടിച്ചാൽ നമ്മൾ ഈ ഹാൻഡ് പവർ മാത്രമേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടേൺ നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ കോർന്നുള്ള സ്ട്രെങ്ത്ത് മുഴുവൻ വലിച്ചെടുത്തു. നമ്മൾ കാല് ഫ്രണ്ടിലേക്ക് വെച്ചു, നമ്മൾ കൺവേർട്ട്. അപ്പോഴാണ് ബോഡി പവർ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുക. അതുപോലെ കുറേ ആൾക്കാർ നമുക്ക് കമൻറ്റിലൂടെ ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്ന സ്മാഷ് നെറ്റിൽ പോകുന്നതെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കോണ്ടാക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ അവർ എന്താ പറയുക ഈ ഫുൾ അത്രയും ഹൈറ്റിൽ നിന്നായിരിക്കില്ല കോണ്ടാക്ട് ചെയ്യുന്നത്. അവർ
മുട്ട് ബെൻഡ് ചെയ്ത് എൽബോ ബെൻഡ് ചെയ്തിട്ട് താഴെ നിന്നായിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും നെറ്റിൽ പോകാനാണ് ചാൻസ്. പിന്നെ അതുപോലെ തന്നെ അവർ ഈ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് കൊള്ളുന്നതിന് വേണം കുറച്ചും കൂടി ഫ്രണ്ടിൽ നിന്നായിരിക്കും പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് കൊള്ളുന്നത്. ഇങ്ങനെ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ് കൊണ്ടാലും നെറ്റിൽ പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ വേറെ ആൾക്കാർ ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്മാഷ് പവർ ഇല്ലാത്തത്. അത് പവർ അവർ നല്ല സ്ട്രെങ്ത്തുള്ള പ്ലെയർ ആയിരിക്കും, നല്ല സ്വിങ് ചെയ്യുന്നുണ്ടാവും, നല്ല പവറിൽ സ്വിങ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഷട്ടിലിന് പവർ ഉണ്ടാവില്ല, സ്പീഡ് ഉണ്ടാവില്ല, പവർ ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ ഈ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റിൻ്റെ സമയത്ത് റാക്കറ്റിൻ്റെ ഹെഡ് ഷട്ടിലിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടല്ല കൊള്ളുന്നത്. അതുകൊണ്ടാണ് അവർ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഷട്ടിൽ സ്ലൈസായി പോകുന്നുണ്ട്. അതുകൊണ്ട് സ്ലൈസായി പോകും, അതായത് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ റാക്കറ്റിൻ്റെ ഫേസ് ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഈ ചെരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മളെ ഒരു 100% നമ്മൾ പവർ യൂസ് ചെയ്ത് അതിലൊരു 60% പവറേ ഷട്ടിലേക്ക് വരുള്ളൂ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ സ്മാഷ് ചെയ്യുമ്പം പവർ കുറഞ്ഞു പോകാനുള്ളൊരു കാരണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റാക്കറ്റ് കുറച്ച് സ്ട്രെയിറ്റ് ആക്കി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളെ പവർ ഫുള്ളായിട്ട് ഷട്ടിലിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ സ്മാഷ് പ്രോപ്പർ ആവാത്തതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഓരോ പ്ലേയേഴ്സിനും ഓരോ പോലെ ആയിരിക്കും. അതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് കണ്ടാൽ മാത്രമേ നമുക്ക് അവരെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്തിട്ട് നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ജനറലായിട്ടുള്ള കുറച്ച് പ്രോബ്ലം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം അവർ കറക്റ്റ് ആ ഒരു പോയിന്റിലേക്ക് എത്താത്തത് കൊണ്ടാവും ഒന്ന് ആ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം ഇവിടെ ഫോളോ ചെയ്യുന്നൊരു ഷട്ടിലിന് നമ്മൾ കറക്റ്റ് മൂവ് ചെയ്ത് ഇവിടെ എത്തിയിട്ട് നല്ലൊരു സ്മാഷ് ചെയ്താൽ മാത്രമേ അത് പ്രോപ്പർ സ്മാഷ് ആവുള്ളൂ. അല്ല ഇവിടെ വീഴുന്ന ഷട്ടിലിനെ ഞാൻ ഇവിടെ വന്നിട്ട് ഫുൾ സ്മാഷ് ചെയ്യാൻ നോക്കിയാൽ അത് നല്ലൊരു പ്രോപ്പർ സ്മാഷ് ആവില്ല. അതൊരു റീസൺ. നമ്മൾ കറക്റ്റ് മൂവ്മെൻറ്റ് ചെയ്ത് ആ ഷട്ടിലിൻ്റെ അടുത്ത് എത്താത്ത അതൊരു റീസണാണ്. പിന്നെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർ കോണ്ടാക്റ്റ് ചെയ്യുന്ന ടൈമിങ്. നമ്മൾ ഷട്ടിലിന് കറക്റ്റ് ആ ഹൈറ്റിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ടൈമിങ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ പ്രാക്ടീസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ആ പ്രോപ്പർ ടൈമിങ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാരണമാണ് ഇപ്പോൾ ജനറലായിട്ടുള്ളൊരു കാരണം സ്മാഷ് പ്രോപ്പർ ആവത്തിന്. കുറേ വ്യൂവേഴ്സ് നമ്മളോട് ജംപ് സ്മാഷ് എങ്ങനെ ചെയ്യുന്നതും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് എപ്പോഴും നല്ല ഹൈറ്റിൽ നിന്നായിരിക്കണം, എന്നാൽ മാത്രമേ നല്ലൊരു ഡെപ്തുള്ള സ്മാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ജംപ് സ്മാഷ് എപ്പോഴും ഈ ഒരു ഡെപ്ത് കൂട്ടാൻ വേണ്ടി നിങ്ങൾ നല്ല ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ സ്മാഷ് നല്ല പെർഫെക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സ്മാഷ് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. മൾട്ടി ഷട്ടിലായിട്ടും സ്ട്രോക്സ് ആയിട്ടും നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ജംപ് സ്മാഷും സ്റ്റാൻഡിങ് സ്മാഷും മാറി ചെയ്യുക. അപ്പോൾ നിങ്ങളെ സ്മാഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല എപ്പിസോഡുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.